ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുടുക്കാച്ചി ബിരിയാണിയാണ്. ഇത് വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളിവിടെ എടുത്തു വച്ചിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി അല്പം വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് ഇടാം. ഇതിനെ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 10 പച്ചമുളക് ചതച്ചത്. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ തൈരും, ഒരു 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ നന്നായി ഇങ്ങനെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ചോറിനുള്ള അരി വെള്ളത്തിലേക്ക് ഇടാം. ഇത് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തണം. അതിനുവേണ്ടി ഞാൻ അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന ഗ്ലാസിൻ്റെ അളവ് ഇതാണ്. ഈ ഒരു അളവിലാണ് ഒരു ഗ്ലാസ് അരി ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അരി കൂട്ടുകയോ കുറയ്ക്കുകയോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ റെഡിയാക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു മൺകലം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിതിൽ ഒരു 2 വലിയ സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ സവാള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ? അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊരു 2.5 തക്കാളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളി ഇട്ടു. ഇപ്പോൾ തക്കാളിയും സവാളയും നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ആ ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിൽ ബാക്കിയുള്ള മസാല ബാക്കിയുണ്ട്. ഈ പാത്രത്തിൽ ഒരല്പം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ഒഴിക്കാവുന്നതാണ്. അത് എന്തുകൊണ്ടെന്നാൽ ഈ മൺകലമാവുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിത്തിരി തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായി അങ്ങനെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 കുക്കാവണ വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. അതല്ലെങ്കിൽ ഇത് വെള്ളം വറ്റുകയും ചെയ്യും, അടിയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ബിരിയാണിക്ക് വേണ്ട റൈസ് നമ്മളിവിടെ റെഡിയാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ അരമണിക്കൂർ കഴുകി അരമണിക്കൂർ കുതിർത്ത അരി ഇവിടെ വാരി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ലെമൺ, 6 കരയാമ്പൂ, 3 ഏലക്ക, ഒരു പീസ് പട്ട, 2 ബേ ലീവ്സ്. ബേ ലീവ്സ് 2 ഇട്ടത്. ഈ ബേ ലീവ്സ് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഇത്ര റൈസിലേക്ക് ഞാൻ 2 ഇട്ടത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു ഹാഫ് കുക്കാവുന്നത് വരെ വേവിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഈ റൈസ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ സവാള വറുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ കാഷ്നട്ടും കിസ്മിസും വറുത്ത് വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമ്മളിവിടെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ പാലിൽ അല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ ബദാം വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരല്പം പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു നുള്ള് മതി പെരുംജീരകത്തിൻ്റെ പൊടി. അതുപോലെ തന്നെ ഒരല്പം ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അല്പം നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു വാഴ വെച്ച് ഇങ്ങനെ അടച്ചു വയ്ക്കാം. അതിനുശേഷം ഫോയിലിംഗ് പേപ്പർ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. അങ്ങനെ ഫോയിലിംഗ് പേപ്പർ വെച്ച് നമ്മൾ നന്നായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് സിമ്മിലിട്ട് അടച്ചു വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കുടുക്കാച്ചി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂട് വറക്കണ്. നമുക്ക് ആ വാഴ എടുത്ത് മാറ്റി നോക്കാം. സെറ്റായിട്ടുണ്ടല്ലോ, അടിപൊളി.